ഹായ്, നമസ്കാരം. നമ്മളൊരു മീൻ ചോറാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നിയൊരു കാര്യം കേട്ടോ. അത് കാരണം കുറച്ച് കാര്യങ്ങളൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം സാധാരണ ചെമ്മീൻ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ചെമ്മീനൊന്ന് പൊരിച്ചെടുത്ത് സാധാരണ പൊരിക്കുന്ന പോലെ തന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിലുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നിന്ന് മസാല പരത്തി അതുപോലെ തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങിനും ഇതേപോലെ മസാല പരത്തി വെച്ചിട്ട് ഒക്കെ വറുത്തെടുത്തിട്ടോ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിലുള്ള സവാള അരിഞ്ഞിട്ട് ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിലുള്ള തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇറച്ചി മസാലയും കൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് സ്വല്പം ആവശ്യത്തിന് ഉപ്പും നമ്മൾ ഈ ഒരു വറുത്തലും അല്ലാതെ ഉപ്പിട്ടിട്ടുണ്ടായി. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായി വാടി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ പൊരിച്ച് വെച്ചത് ഈ ഐറ്റംസ് ഇട്ടിട്ട് നന്നായിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സ്വല്പം വെള്ളത്തിലാട്ടോ നമ്മളിത് ഈ ചോറ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ കുറച്ച് ക്യാരറ്റ് നമ്മൾ ഈ ഒരു മസാല റെഡിയാക്കിയപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായി കുറച്ച്. പിന്നെ നമ്മൾ ഈ ഒരു മസാലയ്ക്ക് നമ്മൾ ഈ ചോറ് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു മസാല ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ചും കൂടി ചോറിട്ടിട്ട് അതിലേക്ക് നമ്മൾ ഡാൽഡ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് സാധാരണ ചോറ് ഇട്ട് കൊടുത്ത് അതിലേക്ക് വേപ്പിലയും നമ്മളിവിടെ എടുത്ത് വെച്ച ഉരുളക്കിഴങ്ങ് പൊരിച്ചതും ഗ്രേറ്റ് ക്യാരറ്റും ഇട്ട് കൊടുത്ത് അപ്പം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതല്ലാതെ ഇട്ടിട്ട് നമ്മൾ ഇതൊന്നും ദമ്മ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ സാധാരണ നമ്മൾ വേറൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ഇത് ദമ്മ് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് വാഴയുടെ ഇല വെച്ചിട്ടാട്ടോ. നമ്മൾ ഈ ഒരു വാഴയില നന്നായിട്ടൊന്ന് വാടി വന്നപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഈ ഇല വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ ഒരു മൂടിയും വെച്ചെടുത്ത് നമുക്ക് നമ്മളിത് ദമ്മ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസുമ്മേ സ്റ്റൗമ്മേ നമ്മളൊരു പാത്രം വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ആണ് നമ്മൾ ഈ ഒരു ചോറ് പാത്രം വെച്ച് കൊടുത്തത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകട്ടോ. ഇത് സിമ്മൊന്ന് ചെറുതിലിട്ടാൽ മതി. എന്നിട്ട് കുറേ നന്നായിട്ടൊന്ന് ദമ്മ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇല മാറ്റുന്ന സമയം നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കേട്ടോ നമുക്ക് ഈ ഒരു ചോറിന്. പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഇറച്ചി വെച്ചിട്ടും വെജ് വെച്ചൊക്കെ നമുക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ.